പ്രിയമുള്ളവരെ, ഫലസ്തീനിലെ ഗാസയിലെ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ലേ നടക്കുന്നത്? ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫലസ്തീൻ ഇന്ന് കണ്ണീരിന്റെയും ചോരയുടെയും വേദനിപ്പിക്കുന്ന കഥകളാൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഹൃദയത്തെ നടുക്കുന്നതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവർ യാചിക്കുമ്പോൾ ചിലർ അവർക്ക് നൽകുന്നത് വിഷം കലർന്ന വെള്ളമാണ്. ഇത് മനുഷ്യത്വത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. ഈ ക്രൂരതയ്ക്ക് ഇരയാവുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, നിസ്സഹായരായ സ്ത്രീകളാണ്, ജീവിതം വഴിമുട്ടിയ മനുഷ്യരാണ്. ഗാസ ഇന്ന് ഒരു ജയിൽ പോലെയാണ്. അവിടെ ജീവിതം നരവിച്ചിരിക്കുന്നു. ആളുകൾക്ക് പുറത്തു നിന്നും സഹായം ലഭിക്കുന്നില്ല. ഒന്നിനും ഒരു വഴിയുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഗാസയിലെ ജനങ്ങൾ മാറുമ്പോ അല്ലാഹുവേ, അടുത്ത് കണ്ടൊരു വീഡിയോ വല്ലാതെ മനസ്സിനെ നൊമ്പരിപ്പിക്കുന്ന, വല്ലാതെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടവരല്ലേ? അല്ലാഹുവിന്റെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സച്ചരിതരായ സൽഗുണ സമ്പന്നരായ സ്വഹാബാക്കളും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയതുപോലെ അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ ജനങ്ങൾക്ക് നീ ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവേ പറയാൻ കഴിയുന്നില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഗാസയിലെ ജനങ്ങൾ വയറ്റത്തെ കല്ല് വെച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടവരല്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാ, അവർക്ക് നീ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ.